ഇങ്ങോട്ട് വന്നേ. എന്താ കാര്യം? കാര്യമുണ്ട് പറയാം. വാ. എന്താടാ? ഒരു പ്രതികാരത്തിന് വേണ്ടി നിങ്ങൾ അഭിനയിച്ചു എന്നാണോ പറയുന്നത്? അല്ലല്ല, ശരിക്കും പറഞ്ഞാൽ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരനും എൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് ആത്മാർത്ഥമായിട്ട് സ്നേഹം, പുള്ളിക്കാരൻ അങ്ങ് സീരിയസ് ആവുന്നുണ്ട്. പക്ഷെ എന്റെ മനസ്സിൽ എനിക്ക് റിവെഞ്ച് ആയിരുന്നു പുള്ളിക്കാരൻ്റെ. നമ്മള് ശരിക്കും അയാളെ പറ്റിച്ചതാണോ? ശരിക്കും പറഞ്ഞാൽ അതും വേണമെങ്കിൽ പറയാം. അത് കൊച്ചമ്മ പറയാതെ എനിക്കറിയില്ല. എനിക്ക് പുള്ളിയെടുത്തുള്ള പ്രതികാരം നീട്ടാൻ ഒരാളെ സമർത്ഥമായിട്ട് ഉപയോഗിച്ചു തന്നെ വേണമെങ്കിൽ. ആസനത്തിൽ വരച്ച കോലുകൊണ്ട് എന്റെ നിറയെ വരച്ച എന്നിട്ട് ഞാനാണ് അയാളെ വിളിച്ചിട്ട് ഈ വീഡിയോ ഇട്ട് കൊടുക്കുന്നതും ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ഇട്ട് ഇയാളെ ടോർച്ചർ ചെയ്യുമായിരുന്നു സത്യം പറഞ്ഞു. വേറൊരാളുടെ കൂടെ നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ മാരേജ് ചെയ്ത് എനിക്ക് വേണ്ട, നിങ്ങൾ ഇറങ്ങിപ്പോ. അപ്പൊ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. സത്യമായിരുന്നോ ഒരാളുടെ കൂടെ പോയി? അല്ല, അത് ഞാൻ പറഞ്ഞില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അവിടുത്തെ ഒരു മണ്ടത്തരം നമ്മളെ ലൈഫിൽ വേണ്ടാന്ന് വെച്ച് ഞാൻ പോയത് തന്നെയാണത്. എന്തെങ്കിലും കുഴപ്പം പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറ. ഇപ്പൊ എല്ലാത്തിനും പോകാൻ വഴിയുണ്ട്, മരുന്നുണ്ട്. ഞാൻ ഇല്ലാന്ന് ഒരിക്കലും എത്ര നാളത്തേക്കായിരുന്നു? ഇല്ല, അത് പോയി സംഭവം അങ്ങോട്ടാ വന്നെ. ഒരു മാസം തന്നെ പുള്ളിക്കാരൻ വിളിച്ച് കരച്ചില് പിടിച്ചില് വർക്ക് പറഞ്ഞപ്പം ഞാൻ ഇവന്റെ റിവെഞ്ച് മൈൻഡില്ല. എന്റെ കയ്യിൽ എങ്ങനെ ആയിരിക്കണം? മിനിമം ഒരു 500 ഡൈവേഴ്സ് കഴിഞ്ഞ് പിറ്റേ ദിവസം പെറ്റണിട്ടാണ്. ഭയങ്കരമായ ആള്. അതെങ്ങനെയാ? കർത്താവ് അടിയുള്ളവരെ കൊണ്ട് അറിയാൻ പറയും. ഇവൻ എന്റെ അടുത്ത് കാണിച്ചതിന്റെ ഒരു ക്രൂക്കട്ട് മൈൻഡിലാണ് ഞാൻ. സജിനെ ഇങ്ങനെ ഇയാളെ ഉപേക്ഷിച്ചു മറ്റൊരാളുടെ കൂടെ ജീവിതമല്ല, ജീവിക്കാനല്ല, ഇവനുള്ളൊരു പണിഷ്മെന്റ് പോലെ. ഈ ഇടവഴി മൂത്രപ്പരിയൊന്നും നമുക്ക് പറ്റില്ലട്ടാ, അതിന്റെ കാലൊക്കെ കഴിഞ്ഞു. അദ്ദേഹം അത് അങ്ങ് ക്ഷമിച്ചോ അങ്ങനെ പോയത്? ആരാ? ഫിറോസ് കരഞ്ഞു വിളിച്ചിട്ട് എനിക്ക് നീ ഇല്ലാതെ പറ്റത്തില്ല സജന, നീ ഒരിക്കലും അങ്ങനെ നീ പോവരുത്, നമ്മളെ കുഞ്ഞുങ്ങളെ ഓർക്കണം. നമ്മൾ പറയത്തില്ല ഏട്ടാ, എന്താ പറയാ, അതാ ഞാൻ പറഞ്ഞത്, നമ്മളുടെ പൊട്ട ബുദ്ധിയിൽ തോന്നുന്ന പൊട്ടത്തരം തോന്നിക്കുന്ന നമ്മളെ തന്നെ ഇല്ലാതാക്കിയിട്ട് നമ്മൾ പറയുന്നത് തരുന്ന വഴി തന്നെ തിരിച്ചു പണി കൊടുക്കാന്നുള്ള സാധനത്തിലാണ്. ശരിയാ, ഞാൻ തെറ്റ് ചെയ്തു, ചെയ്യാൻ പാടില്ലാത്തൊക്കെ ചെയ്തു, എന്റെ മദ്യത്തിന്റെ ലഹരി ചെയ്തു. പക്ഷെ അവളൊന്ന് ഒച്ച വെച്ചിരുന്നെങ്കിലോ, ഒന്ന് ഉറക്കെ കരഞ്ഞിരുന്നെങ്കിലും. എന്റെ കൊച്ചു പ്രായമാണ്, അന്നത്തെ പ്രായത്തിൽ പൊട്ടത്തരത്തിൽ നമ്മൾ ചിലപ്പം ആരെങ്കിലും 5-6 വാക്ക് പറഞ്ഞാൽ നമ്മൾ വീണു. കണ്ടാ കേട്ടാ, ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ വിശ്വസിച്ചില്ലല്ല. ഞാൻ വെറൊരു ഡ്രൈവർ ആയിപ്പോയില്ലേ. വിവരവും വിദ്യാഭ്യാസം ഉള്ളവർ പറഞ്ഞത് മനസ്സിലാക്കണം. അങ്ങനെ നിങ്ങൾ അങ്ങനെ പോയെങ്കിലും വേറൊരു ഉടനെ തന്നെ തിരിച്ചു പോന്നു. ആ ടൈമിൽ തന്നെ ഫിറോസ് ഖാൻ ഇതെല്ലാം ഇട്ട് കൊടുത്തപ്പോ തന്നെ ഇത് കൂടെ എന്താ വേണ്ട തിരിച്ചു പുള്ളിക്കാരനും കരഞ്ഞു വിളിച്ചു. എനിക്ക് പുള്ളി തന്നെയാണല്ലോ അപ്പോഴും. ഇവളുടെ അഡ്രസ് തപ്പിപ്പിടിച്ച് വീട്ടിലേക്ക് പോകാം. പിന്നെ അച്ഛന്റെ ബെല്ലൈക്കൺ അമർത്തണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം.